പ്പെട്ടവരെ ജ്ഞാനായ വോയിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഗോളതലത്തിലെ ജ്ഞാനായക്കാരുടെ മുന്നിൽ ചിക്കാഗോയിൽ നടന്നിരിക്കുന്ന ജ്ഞാനായ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഈ ചിക്കാഗോയിലെ രണ്ടാമത്തെ സെൻറ്റ് മേരീസ് ദേവാലയം വാങ്ങിച്ചു കഴിഞ്ഞു. ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ പള്ളിയുടെ 4 ഗ്യാരൻറ്റേഴ്സ്. അതായത് ഇവർ 4 പേര് കൂടിയാണ് ഈ പള്ളിക്ക് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു മഹത്തായ സംഭവമാണ്. അവരുടെ ഗ്യാരണ്ടി ഇല്ലെങ്കിൽ ഈ പള്ളി വാങ്ങിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു. അതുകൊണ്ട് അതിലൊരാളാണ് ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ്. അദ്ദേഹം നമ്മളൊപ്പം ഉണ്ട്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന് വരിയിൽ എൻ്റെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇത് നടക്കുക എന്നുള്ളത്. ഞങ്ങൾ ആദ്യത്തെ പള്ളി കഴിഞ്ഞ് രണ്ടാമത്തെ പള്ളി തുടങ്ങിയപ്പം മുതലേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഈ പള്ളിയുടെ പേരിൽ, ഈ സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൻ്റെ പേരിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ രണ്ടാമത്തെ ദേവാലയം ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംരംഭമായി മാറിയിരിക്കുന്നു. ചിക്കാഗോയിൽ എല്ലാവരും ഇന്ന് ആഹ്ലാദത്തിലാണ്. ഈ ആഹ്ലാദത്തിൽ പങ്കിടുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത 4 പേരുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ അതിലെ 4 പേരിലെ ഒരാളാണ് ജോസ് ഐക്കരപ്പറമ്പിൽ. കഴിഞ്ഞ 4 വർഷമായി ചിക്കാഗോയിൽ നോർത്ത് സൈഡിലും ഒരു പള്ളി വാങ്ങിക്കണം എന്നുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം ഇന്ന് പൂണിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ പ്രത്യേകിച്ച് കമ്മിറ്റിക്കാർക്കും, അതുപോലെ ഓൾ അമേരിക്കൻ ബാങ്ക് എല്ലാവർക്കും, ഇതിന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. മുമ്പ് സൂചിപ്പിച്ച പോലെ 4 ആളുകളാണ് ഇതിനു പിന്നിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരിക്കുന്നത്. അവരിലെ അടുത്തയാൾ ജയ്ബു കുളങ്ങര, നമുക്കെല്ലാം സുപരിചിതനാണ്. മാതാവിൻ്റെ പേരിൽ രണ്ടാമതൊരു ദേവാലയം ചിക്കാഗോയിൽ സാധ്യമായി വളരെയധികം സന്തോഷിക്കുന്നു. ആ പള്ളിക്ക് വേണ്ടി പ്രോത്സാഹനം ചെയ്യാൻ സാധിച്ചത് മാതാവ് എനിക്ക് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കണക്കാക്കുന്നു. നമ്മുടെ ഈ പള്ളിയുടെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനുവേണ്ടി ഗ്യാരണ്ടി നിന്ന 4ാമത്തെ വ്യക്തി പ്രിയപ്പെട്ട ഷാജി എടാട്ട്. നമുക്ക് ചിക്കാഗോ ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു മുഹൂർത്തമാണ്. കാരണം രണ്ടാമത്തെ ദേവാലയത്തിനുപരി ഈ ദേവാലയം വഴി ഞാൻ പ്രതീക്ഷിക്കുന്നത് യുവതലമുറ, അതായത് ഈ പള്ളിയോടും നമ്മുടെ സമുദായത്തോടും കുറച്ചും കൂടെ കൂടുതൽ താല്പര്യം കൂറ് പുലർത്താനുള്ള ഒരു അവസരം ഇതുവരെ ഒരുക്കുകയാണ്. ആഗോള ജ്ഞാനായക്കാർ വളരെ ഉത്സാഹത്തോടെ അവർ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിന് സാക്ഷികളായിരിക്കുകയാണ്. ചിക്കാഗോയിലെ രണ്ടാമത്തെ ദേവാലയം ഇവിടെ സ്വായത്തമായിരിക്കുന്നു. അതിൻ്റെ ക്ലോസിങ് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾ ആയുള്ളൂ. ഇപ്പോൾ അതിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാവരും ആ ക്ലോസിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ ആഹ്ലാദം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഈ ആഹ്ലാദത്തിൽ പങ്കെടുക്കാനായി എത്തിയ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരായിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ചോദിക്കാം. സൈമൺ ചക്കാലപ്പുഴയിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ പ്ലീസ്. വളരെയധികം സന്തോഷമുണ്ട്. ജനുവരി 14, 2010 എന്ന് പറയുന്നത് ചിക്കാഗോ ജ്ഞാനായ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല ദിവസമാണ്. ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസിലെ ഒരു ബിനു കൈതക്കത്തൊട്ടിയിൽ. അദ്ദേഹത്തിൻ്റെ ആഹ്ലാദത്തിലേക്ക് നമുക്കൊന്ന് വരാം. ചിക്കാഗോയെ സംബന്ധിച്ച് ഇന്ന് വളരെ ആഹ്ലാദപ്പെട്ട ദിവസമാണ്. സെൻറ്റ് മേരീസ് യൂണിറ്റിന് ഒരു പള്ളി ഉണ്ടാകുക എന്നുള്ളത് വർഷങ്ങളായി ആൾക്കാരുടെ ആഗ്രഹമായിരുന്നു. അതിന്ന് ഇവിടെ സാധിച്ചു. താങ്ക് ഗോഡ്. ഓക്കെ, ചിക്കാഗോ KCSൻ്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ആളാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ശക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്കിപ്പോൾ അറിയാം. പ്രിയപ്പെട്ടവരെ, ഷിക്കാഗോയിൽ താമസിക്കുന്ന പ്രവാസികളായ ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര നിമിഷമാണ്. ജനുവരി 14, 2010 എന്ന് പറയുന്നത് അവരുടെ ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ട ഒരു ദിവസമാണെന്ന്. ഇവിടെയുള്ള 800-ലധികം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഷിക്കാഗോയിൽ, ജ്ഞാനായക്കാർ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഷിക്കാഗോയിൽ രണ്ടാമത്തെ ദേവാലയം എന്ന് പറയുന്നത് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായി തന്നെയായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതിനുവേണ്ടി ഷിക്കാഗോയിലെ നോർത്ത് സബർബിൽ താമസിക്കുന്ന വിശ്വാസികൾ വളരെയധികം അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ സ്വപ്ന സാഫല്യമാണ് ഇന്നത്തെ ഈ ദിവസം. ഇതിനെല്ലാവരും നന്ദി ദൈവത്തോട്. താങ്ക് യു ജോൺ. അടുത്തതായി സെൻറ്റ് മേരീസിൻ്റെ പ്രിൻസിപ്പാൾ നമ്മുടെ കൂടെയുണ്ട്. സൺഡേ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ സജി പൂത്രക്കയോട് നമുക്ക് അല്പം സന്തോഷം പങ്കിടാം. ഓക്കെ.
സെൻറ്റ് മേരീസ് റിലീജിയസ് എഡ്യൂക്കേഷൻ സ്കൂൾ വേദപാഠം പഠിക്കുന്ന നിരവധി കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും പേരിൽ ഈ സെൻറ്റ് മേരീസ് ക്നാനായ ദേവാലയം സ്വായത്തമാക്കിയ കമ്മിറ്റി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തോർത്തച്ഛനും സർവോപരി ദൈവ കൃപയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു സജി. അടുത്തതായി നമ്മുടെ ഈ ഫണ്ട് റേസിംഗ് കമ്മിറ്റിയിൽ വളരെ ശക്തമായ മോട്ടൻഗ്രോവിൽ നിന്നും എത്തിയ സാബു തലത്തട്ടലാണ് നമ്മളോട് 2 വാക്ക് ഇതിൻ്റെ സന്തോഷം പങ്കിടുന്നു. ഈ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിൽ ഭാഗവാക്കാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, അടുത്തതായി KCS-ൻ്റെ മുൻ സെക്രട്ടറിയും ഒപ്പം സെൻറ്റ് മേരീസിൻ്റെ PRO ആയി പ്രവർത്തിക്കുന്ന റോയ് നെടുഞ്ചിറ നമ്മളോട് 2 വാക്കിൽ ഈ സന്തോഷം നമ്മളോടൊപ്പം പങ്കിടുന്നു. ചിക്കാഗോ ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. ഒപ്പം ഈ അഭിമാനം കാക്കുവാനായിട്ട് ഈ നമ്മളോട് സഹകരിച്ച ചിക്കാഗോയിലെ എല്ലാ ജ്ഞാനായ മക്കൾക്കും സെൻറ്റ് മേരീസ് യൂണിറ്റിൻ്റെ PRO എന്ന നിലയിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു റോയ്. സാജു മടത്തിപ്പറമ്പിൽ നമ്മോടൊപ്പം ഉണ്ട്. ഇതേപോലെയുള്ള ഒരു കാര്യം ഷിക്കായിൽ പ്രാദേശികമായിട്ട് നമുക്ക് രണ്ടാമതൊരു പള്ളി ഉണ്ടായതും നമ്മൾ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പള്ളിയാണ്. അതിലുണ്ടായതിൽ എൻ്റെ എല്ലാവിധ ആശംസകളും ഈ പ്രോജക്റ്റ് നേർന്നുകൊള്ളുന്നു. ഒപ്പം നമ്മോടൊപ്പം വളരെ സുപരിചിതനായ മാത്യു മാപ്പിള നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ ക്നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം വടക്കേ അമേരിക്കയിലെ കംപ്ലീറ്റ് ക്നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തുഷ്ടമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ആഗ്രഹിച്ച പോലുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും നല്ലൊരു ദേവാലയം, നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലൊരു ദേവാലയം ഉണ്ടാകുവാൻ നമുക്ക് സാധിച്ചു. തീർച്ചയായിട്ടും ഒരു ദൈവാനുഗ്രഹം മാത്രമാണ്. മാതാവിൻ്റെതായ മധ്യസ്ഥയും ആദ്യമായി നമ്മളുണ്ടായ സേക്രഡ് ഹാർട്ട് ചർച്ചിന് പുറമെ നമ്മുടെ സെൻറ്റ് മേരീസ് ദേവാലയം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിട്ട് ഇതിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാത്യു. അടുത്തതായി നമ്മളൊപ്പം ക്നാനായ വോയിസിന് വേണ്ടി എപ്പോഴും ശക്തനായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫറും സെൻറ്റ് മേരീസിൻ്റെ ശക്തനായ ഒരു പ്രവർത്തകൻ കൂടിയായ ഡൊമിനിക് ചൊള്ളമ്പൽ നമ്മുടെ ഈ സന്തോഷവേള എങ്ങനെ പങ്കിടുന്നു എന്ന് നമുക്ക് നോക്കാം. സെൻറ്റ് മേരീസ് യൂണിറ്റിൻ്റെ രണ്ടാമത്തെ ദേവാലയം മേടിച്ചതിൻ്റെ കുഞ്ഞിൻ്റെ വളരെ സന്തോഷം. താങ്ക് യു. ഇതാ നമ്മുടെ ഇന്നത്തെ സന്തോഷം പങ്കിടുവാൻ നമ്മോടൊപ്പം ഇതിൻ്റെ പിറകിൽ വളരെ ശക്തമായ പിരിവും അതുപോലുള്ള ഫണ്ട് റേസിംഗ് കമ്മിറ്റിയിൽ വളരെ ശക്തനായി പ്രവർത്തിച്ച പീറ്റർ കുളങ്ങര, ഇത് അന്വർത്ഥമാക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പീറ്റർ കുളങ്ങര നമ്മോടൊപ്പം ഉണ്ട്. ഈ മോട്ടൻഗ്രോവിൽ ഈ പള്ളി ഉണ്ടാകാൻ സാധിച്ചത് ഒരു പല പ്രശ്നങ്ങളിൽ കൂടിയാണെങ്കിലും ഏതാണ്ട് നമ്മൾ 1 വർഷം മുമ്പ് ഒരു വീട്ടിൽ ജോസ് ഐക്കൽപ്പറമ്പിൻ്റെ വീട്ടിൽ ഒരു ബേസ്മെൻറ്റിൽ കൂടി അന്ന് അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ തന്ന നിർലോഭമായ സഹകരണമാണ്, അല്ലെങ്കിൽ പണം കൊണ്ടുള്ള വാഗ്ദാനമാണ് നമ്മളെ ഇതിലേക്ക് ചാടിച്ചത്, ഇതിലേക്ക് എത്തിച്ചത്. അത് കഴിഞ്ഞ് അവിടം തൊട്ട് ഇന്ന് വരെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, അതായത് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള 1-2 കൺവീനേഴ്സ് ഉണ്ട്. സാബു തറത്തട്ടയിൽ, സൈമൺ ചക്കാലപ്പടവിൽ മുതലായവർ എല്ലാ ദിവസവും തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും സന്തോഷം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മോട്ടൻഗ്രോവിൽ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചെടുത്തു. ജയ് സെൻറ്റ് മേരീസ്. ഇന്നത്തെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ ക്നാനായ വോയിസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ അനിൽ മറ്റത്തുകുന്നൽ നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഇന്നത്തെ നമ്മുടെ രണ്ടാമത് സെൻറ്റ് മേരീസ് ദേവാലയം അന്വർത്ഥമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അനിൽ പ്ലീസ്. പ്രവാസി ക്നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. കാരണം രണ്ടാമത്തെ ഒരു ദേവാലയം ഉണ്ടാകുക എന്നതിലുപരി അതിൽ കൂടുതൽ നിസ്വാർത്ഥമായി എല്ലാവരും കൂടി സഹകരിച്ച് ഒത്തൊരുമയോടുകൂടി ഒരു ദേവാലയം പടുത്തുയർത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ പ്രത്യേകത. ഈ സന്തോഷ മുഹൂർത്തത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലും ക്നാനായ വോയിസിൻ്റെ പേരിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളോടും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു.